നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നഷ്ടപ്പെട്ട പണം തിരികെ കിട്ടിയ സ്ഥിതിക്ക് കമ്പനിയുടെ ഭാഗത്തു നിന്ന് നൽകിയ കേസ് ഞങ്ങൾ പിൻവലിക്കുകയാണ്. ഞങ്ങൾക്കിനി പരാതിയില്ല. ഇവൻ പരാതി പിൻവലിച്ച സ്ഥിതിക്ക് അനീഷിനെ ഇവിടെ നിന്നും റിലീസ് ചെയ്യാലോ സർ? തീർച്ചയായും. അയാളെ തുറന്നുടേ. നന്ദിയുണ്ട് സർ, പറഞ്ഞു തീരാത്ത നന്ദിയുണ്ട് എല്ലാരോടും. ശരി മോളെ, ഞങ്ങൾ പോട്ടെ. വാടോ. മുത്തശ്ശി, നന്ദിയുണ്ട്. എങ്ങനെ നന്ദി പറയണമെന്ന് കൂടി എനിക്കറിയില്ല. എന്താ മോളെ ഇത്? മുത്തശ്ശി, സാരമില്ല. എന്നാലും മുത്തശ്ശി വന്നല്ലോ. സമാധാനിക്കേ. അമ്മ, കല്യാണം ഗുണമാക്കാനാണോ ആന്റി ഇപ്പൊ ദുബായിന് ഇങ്ങോട്ട് കെട്ടിയിട്ട് വന്നിരിക്കുന്നത്? അനീഷേ, ഒരു മനുഷ്യന് മോശപ്പെട്ടവനാവാൻ വളരെ എളുപ്പമാ. അതുപോലെ തന്നെ ഒരിക്കലൊരു ചീത്തപ്പേരുണ്ടായ ആ പേരുദോഷം മാറ്റിയെടുക്കാനും പ്രയാസമാ. ബോധപൂർവം ചിന്തിച്ച അനീഷിനത് മനസ്സിലാക്കാവുന്നതേയുള്ളൂ. ഏറെ വിലപ്പെട്ടതാ ജീവിതം. അതിന്റെ വില സ്വയം നമ്മൾ തിരിച്ചറിയണം. അത് തിരിച്ചറിഞ്ഞാൽ അനീഷിന് ഒരിക്കലും ഇപ്പൊ ചെയ്ത പോലുള്ള തെറ്റുകൾ ചെയ്യാനാവില്ല. ഇനി ഞാൻ ഒരിക്കലും ഈ തെറ്റുകളൊന്നും ആവർത്തിക്കില്ല മുത്തശ്ശി. എത്ര കഷ്ടപ്പാടുകളുണ്ടായാലും പ്രലോഭനങ്ങളുണ്ടായാലും പണം മോഷ്ടിക്കാനോ ചീട്ട് കളിക്കാനോ പോവില്ല. ഇത്രയും നേരം ഉമിത്തിയിൽ എന്ന പോലെ ഞാൻ ഒരുക്കുകയായിരുന്നു. ശരീരത്തിനും മനസ്സിനുമൊക്കെ നുറുങ്ങുന്ന വേദനയായിരുന്നു. ആ വേദനയിൽ നിന്നും ഞാൻ പുതിയ ചില പാഠങ്ങൾ പഠിച്ചു, ചില പുതിയ തീരുമാനങ്ങളെടുത്തു. ഇവിടെ നിന്ന് ഞാൻ മടങ്ങുന്നത് നല്ലത് മാത്രം ചിന്തിക്കുന്ന, നല്ലത് മാത്രം പ്രവർത്തിക്കുന്ന ഒരു പുതിയ അനീഷായിട്ടായിരിക്കും. ആ ഒരു മാനസാന്തരം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇനി നിന്റെ ജീവിതത്തിൽ ഉയർച്ചകൾ മാത്രമേ ഉണ്ടാവൂ. സ്വന്തം ജീവിതത്തിനൊപ്പം പുതിയൊരു ജീവിതത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുന്ന അനിയത്തിമാരെ കുറിച്ച് നീ ചിന്തിക്കണം. മുത്തശ്ശിയോട് എനിക്കൊരു അപേക്ഷ മാത്രമേ ഉള്ളൂ. ഞാൻ ചെയ്ത കൊള്ളരുതായ്മയുടെ പേരിൽ എന്റെ അനിയത്തിമാരുടെ ജീവിതം ഇല്ലാതാവരുത്. അതൊരിക്കലും ഉണ്ടാവില്ല. അതുകൊണ്ടല്ലേ ഈ വിവരം അറിഞ്ഞ ഉടനെ നിന്റെ മുതലാളിയും കൂട്ടി ഞാനിവിടെ വന്നത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.